ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറെ കാലത്തിന് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ഇടുന്നത്. അതായത് ഇപ്പൊ എല്ലാവരും ഷോർട്സിന്റെ പിന്നാലെയാണല്ലോ, ആർക്കും ഫുൾ വീഡിയോ ഒന്നും കാണാനുള്ള സമയവും ഇല്ല, ഒരു സന്ദർഭവും ഇല്ല. അപ്പൊ ഞാനും ആ ഒരു ഫ്ലോയിൽ ഷോർട്ട് വീഡിയോ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഓർത്തു, ഇങ്ങനെ ഒരു പുതിയൊരു ആപ്പ് പരിചയപ്പെട്ടപ്പോൾ ആ ആപ്പിൽ നിന്ന് ഞാൻ കുറച്ച് സാധനം പർച്ചേസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാനങ്ങ് പറയാൻ ഓർത്തത്. ഇപ്പൊ ലോങ് വീഡിയോ ആയിട്ട് പറഞ്ഞാലല്ലേ നമ്മുടെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ 191 രൂപയ്ക്ക് ഞാൻ 2 ക്ലെൻസർ വാങ്ങിയെന്ന് പറഞ്ഞല്ലോ. ഇതാണ് രണ്ടാൾക്കാർ. ഇതോ സെറ്റഫ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ, അതായത് ഇതിന്റെ പ്രൈസ് വരുന്നത് 649 ആണ്. ഓയിലി സ്കിൻ ക്ലെൻസറിന് 125 ml മാർക്കറ്റ് പ്രൈസ്. ഇത് 399 ആണ് 125 ml ജെന്റിൽ സ്കിൻ ക്ലെൻസറിന്റെ പ്രൈസ്. ഇത് രണ്ടും കൂടെ 191 റുപ്പീസിനാണ് ഞാൻ ഗ്ലോ റോഡ് എന്ന് പറയുന്ന ഒരു ആപ്പിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പൊ ആപ്പിന്റെ പടം ഒക്കെ ഞാൻ തമ്മിൽ കൊടുത്ത് നിങ്ങൾ കണ്ടിട്ട് കാണുമല്ലോ. അപ്പൊ ബൈ ആമസോൺ എന്നൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇതിന് വാങ്ങിക്കാൻ തുടങ്ങിയത്. പിന്നെ എന്നെ ആകർഷിച്ച വേറൊരു കാര്യം എന്താ വെച്ചാല്, പൊതുവെ ഫേക്ക് ആയിട്ടുള്ള ആപ്സിലല്ലേ അവർ COD ഓഫർ ചെയ്യത്തില്ല. അപ്പൊ ഞാനും എനിക്കിത് ഒട്ടും വിശ്വാസം ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ COD വെച്ചിട്ട് അങ്ങ് ഓർഡർ ചെയ്തു. ഇവിടെ വന്ന് കൊറിയർ ബോയ് എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് സാധനം ഇങ്ങനെ എത്തിയെന്ന്. അതായത് അവര് പറഞ്ഞ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പോയി കേട്ടോ. അവര് പറഞ്ഞ ഡേറ്റിൽ നിന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടെ, ഞാൻ പേടിച്ചാണ് ആ പാക്കറ്റ് തുറന്നത് തന്നെ. ഈശ്വര, ഓർഡർ ചെയ്ത സാധനം അല്ലാതെ വല്ല കല്ലോ കട്ടയോ കിട്ടുമെന്ന്. പക്ഷെ ഓർഡർ ചെയ്ത സാധനം തന്നെ കിട്ടി. പക്ഷെ ഇനി ഒരു സത്യം പറയട്ടെ, ഇത് യഥാർത്ഥ പ്രോഡക്റ്റ് അല്ല. അതായത് ഞാൻ സെറ്റാഫിലിന്റെ ജെന്റിൽ ക്ലെൻസർ ആണ് ഒരു 4-5 വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ നൈക്കിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, നെറ്റ്മെഡ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ 3 നിന്ന് വാങ്ങിച്ചിട്ടും ഇതുവരെ ഇതുപോലത്തെ ഒരു ജെന്റിൽ ക്ലെൻസർ എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് ഇവര് കുപ്പിയൊക്കെ സെയിം ആണ്, എല്ലാം സെയിം ആണ്. പക്ഷെ ഇത് പക്ക ഡ്യൂപ്പാണ്. അകത്തെ പ്രോഡക്റ്റ് കള്ളത്തരമാണ്. അതായത് സെറ്റഫിന്റെ ക്ലെൻസർ ഉപയോഗിച്ചവർക്കറിയാം, അത് പതയില്ല. അതൊരു ലോഷൻ പോലെ ഇരിക്കുന്ന, ഒരു ബോഡി ലോഷൻ മാതിരി ഇരിക്കുന്ന ഒരു ക്ലെൻസർ ആണ്, അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് എന്ന് പറയാം. പക്ഷെ ഇത് ഒരു ഫ്രൂട്ടി സ്മെല്ലൊക്കെയുള്ള, കുറച്ച് പതയുന്ന ഒരു, അത് കണ്ടാ അതുപോലെ ഇരിക്കും, പക്ഷെ സ്മെല്ലൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത കാര്യം, ഈ ആപ്പിൽ നിന്ന് ബ്യൂട്ടി പ്രോഡക്ട്സ് വാങ്ങിക്കരുത്. അതായത് നമ്മുടെ കോസാരെക്സിന്റെ സ്നിഗിൾ മ്യൂസിനൊക്കെ 1400 രൂപയുടെ സാധനം ഇവിടെ 200 രൂപയ്ക്ക് വരെ കിട്ടും കേട്ടോ. അത് കണ്ട് ആരും വാങ്ങിക്കാൻ നിൽക്കില്ല. കാരണം ഞാൻ വാങ്ങിച്ച് എനിക്ക് പണി കിട്ടിയ അനുഭവമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഫോട്ടോ കാണിക്കാം. ബുദ്ധയുടെ കുറച്ച്, സ്മൈലിംഗ് ബുദ്ധയുടെ കുറച്ച്, ബേബി ബുദ്ധയുടെ കുറെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് സ്റ്റാച്യൂസ് ഞാൻ ഓർഡർ ചെയ്തു. അത് നല്ല അടിപൊളിയായിട്ട് വന്നു. 130 റുപ്പീസിനാണ് എനിക്ക് 4 എണ്ണം കിട്ടിയത്. അപ്പൊ ആ 4 എണ്ണം ആ പ്രൈസിന് കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി വളരെ വർത്ത് ആയിട്ടുള്ള കാര്യമാണ്. അതൊരു കുഴപ്പവും ഇല്ലാത്ത നല്ല പാക്കിങ്ങിൽ വന്നു. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യമൊന്നുമില്ല, അതായത് എന്താ പറയാ, നിങ്ങൾക്ക് ഒരു കൃത്യം ഡെലിവറി ഡേറ്റിൽ നിന്ന് ഒരു 2 ദിവസം കഴിഞ്ഞ് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയാണെങ്കിൽ ഈ ആപ്പ് എന്തായാലും ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഹോം എസെൻഷ്യൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഡെക്കറേറ്റീവ് ഐറ്റംസ്, ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റിയൊരു ആപ്പാണല്ലോ. പക്ഷേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, COD ഇട്ട് മാത്രമേ ഓർഡർ ചെയ്യാവുള്ളൂ. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് ബൈ ആമസോൺ എന്നൊക്കെ പറഞ്ഞത്, ഇപ്പൊ ഇതിന്റെ ഡെലിവറി ബോയ് എന്നെ വിളിച്ചപ്പോഴും പുള്ളി പറഞ്ഞത് ആമസോൺ ആണ് ഇത് ഡെലിവറി ചെയ്യുന്നത്, പക്ഷെ ഞങ്ങൾ റിട്ടേൺ എടുക്കത്തില്ല. അതായത് ആമസോണിന്റെ സബ് ബ്രാൻഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇവർ തമ്മിൽ എന്ത് ഡീലർഷിപ്പ് ആണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ആമസോണിന്റെ ഡെലിവറി ബോയ്സ് ആണ് ഇത് ഡെലിവറി ചെയ്യുന്നത്. പക്ഷെ അവർ റിട്ടേൺ എടുക്കത്തില്ല. കാരണം ഇത് ആമസോണിന്റെ നേരെ പ്രോഡക്റ്റ് അല്ല, നേരെ ഏതോ സെല്ലറിന്റെ അടുത്തുനിന്ന് വരുന്ന സാധനമാണ്. അപ്പോൾ ആ സെല്ലർ ഒരുപക്ഷെ ഫേക്ക് ആയതുകൊണ്ടായിരിക്കും നമുക്ക് ഫേക്ക് പ്രോഡക്ട്സ് കിട്ടിയത്. അതായത് പക്ക ഡിക്റ്റോ സാധനം, പക്ഷെ ഉള്ളിലെ സാധനം മാത്രം വരെ. അതായത് ഞാൻ ഇതിന്റെ ബാർകോഡ് വരെ സ്കാൻ ചെയ്ത് നോക്കി, ഒറിജിനൽ എന്നാണ് കാണിക്കുന്നത്, പക്ഷെ അതിന്റെ അകത്തെ സാധനം വേറെയാണ്. അതെനിക്ക് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ മനസ്സിലായത്. അപ്പൊ എനിക്ക് ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ എനിക്കിത് മനസ്സിലാവത്ത പോലും ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ആപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് ഇങ്ങനെ ഓരോരോ സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്ന ഒരു കിഡു, വളരെ വർത്ത് ദ മണി ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഇത് ആക്ച്വലി ഒരു റീസെല്ലിംഗ് ആപ്പ് എന്നാണ് കേട്ടോ അവർ പറയുന്നത്. പക്ഷേ ഈ ആപ്പിനെ ഒന്നും കണ്ടുകൊണ്ട് റീസെല്ലിംഗ് തുടങ്ങല്ലേന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് വെറുതെ എന്തിനാ നമ്മൾ ചീത്ത വാങ്ങി വെക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആപ്പുകള് ഒക്കെ സ്വന്തമായിട്ട് ട്രൈ ചെയ്തിട്ട് മാത്രം. ഞാനിപ്പോ ഒന്ന് ട്രൈ ചെയ്തു, എന്റെ അനുഭവം ഇനി ആർക്കും വരാതെ. അതായത് ഈ ഗ്ലോ റോഡ് എന്ന് പറയുന്ന ആപ്പിന്റെ ആഡ്സ് ഇപ്പോ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ആമസോണിൽ വരുന്നില്ലെന്ന് തോന്നുന്നു, ഫേസ്ബുക്കിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ തോന്നിയാൽ അതിനു മുമ്പ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ.
ബൈ. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.